വരാനിരിക്കുന്ന നാഷണൽ ലീഗിലെ വെയിൽസുമായുള്ള ആദ്യ മത്സരം ആ 90 മിനിറ്റുകൾ ഒരു 90 വർഷങ്ങളുടെ ദൈർഘ്യമായി തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആയുസ്സിൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില വാക്കുകളുണ്ട്. അതിൽ തീർന്നു പോകുമെന്ന് മനസ്സ് നിരന്തരം മന്ത്രിക്കുന്ന വാചകം, അത് അയാളുടെ റിട്ടയർമെൻറ്റ്. അത് നമ്മളെ തേടി വരികയാണ്. വേൾഡ് കപ്പിന് ശേഷം ഒരൊറ്റ മത്സരം കൊണ്ട് തീർക്കുമെന്നാണ് വെപ്പ്. എല്ലാം ആരംഭിക്കുന്നത് സ്പോർട്ടിംഗ് CPയുടെ മൈതാനിൽ നിന്നാണല്ലോ. അവിടെയാണ് ബൂട്ടഴിക്കുന്നത്. വെയിൽസുമായുള്ള അവസാന മത്സരം പോർച്ചുഗൽ ജേഴ്സിയിലെ ഒടുക്കത്തെ യാത്രയുടെ രാത്രിയാകും. എങ്ങനെയാണ് അതിനെ നമ്മൾ ഉൾക്കൊള്ളുക? ഏത് വികാരങ്ങൾ കൊണ്ടാണ് അതിനെ നേരിടാൻ പോകുന്നത്? അറിയില്ല. പക്ഷേ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ പാകപ്പെട്ടുകൊണ്ടിരിക്കുക മാത്രമാണ് നമുക്കാകെയുള്ള ആശ്രയം. കണ്ണുകൾ പതിയെ അമർത്തി അടച്ചു നോക്കണം. അമ്മയ്ക്കൊപ്പം തെരുവ് തൂക്കുന്നവരിൽ നിന്നും ഒരു മനുഷ്യായുസ് ഈ ലോകത്തിൻ്റെ ഏറ്റവും പീക്കിലേക്ക് എത്തിയത് കാണാം. യൂറോപ്പിലെ തണുപ്പിലും വീർപ്പിലും കുതിർന്നൊരു മഹാമേരുവിനെ കാണാം. ചെങ്കുപ്പായത്തിൽ പോർച്ചുഗൽ മണ്ണിന് വേണ്ടി ഉടലും ഉയരും ബലി നൽകിയത് കാണാം. നഷ്ടങ്ങളിൽ കണ്ണീരണിഞ്ഞ് വിലപിക്കുന്നത് കാണാം. പുരസ്കാരങ്ങൾ വിറ്റ് കണ്ണീരണിഞ്ഞ മനസ്സുകളുടെ കണ്ണീരൊപ്പുന്നത് കാണാം. ഒറ്റയ്ക്ക് വിജയിച്ച യുദ്ധങ്ങൾ കാണാം. രക്തം ചിന്തി എൽ ക്ലാസിക്കോ നിലങ്ങൾ കാണാം. അത്ഭുത രാത്രികളും തിരിച്ചുവരവുടെ അത്യാത്ഭുത രാവുകളും ദർശിക്കാം. നിരാചരകൾ അതിജീവിച്ചതും പരിഹാസനങ്ങളെ പച്ചയ്ക്ക് കത്തിച്ചതും മുൻവിധികൾ തിരുത്തിയതും ചരിത്രങ്ങൾ ഭേദിച്ചതും ഒടുവിൽ ഖത്തറിലെ നിരാശയും അമേരിക്കയിൽ ബലിയാടായതും കണ്ണുകളുടെ റെറ്റിനയിൽ പതിഞ്ഞങ്ങ് തുറന്നു പിടിക്കുന്ന നേരം ഉപ്പുകണം കിനിഞ്ഞൊരു കണ്ണുനീർത്തുള്ളി കൺപീലിയിൽ സൂചിമുനയോളം വേദന നൽകി നിൽക്കുന്നുണ്ടാകും. ഈ വാർത്ത സത്യമാണോ എന്നറിയില്ല. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറയുന്ന ഒരു വാർത്ത കേട്ട നിമിഷം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. ജീസസിന് അയാളൊരു ബാധ്യതയല്ല. അയാളെ വെച്ച് പ്ലാനുകളുണ്ടെന്നാണ് കേൾക്കുന്നത്. അതയാൾ തെളിയിച്ചതുമാണ്. പക്ഷേ ഇതാണ് സമയം. റൊണോ, ഖത്തറിൽ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ഒടുവിൽ ഒരിക്കൽ കൂടി സ്വയം മറവകത്തിക്ക് മുന്നിൽ ചെന്ന് ചാടിയത് നിങ്ങളുടെ തെറ്റായിരുന്നു. പക്ഷേ ഇത് നല്ലൊരു നേരമാണ്. ഉത്തരങ്ങളില്ല എങ്കിലും കൃത്യമായ നേരവും സ്ഥലവും ഇതുതന്നെയാണ്. അപ്പോഴും മനസ്സിൽ ഒരേ ഒരു ചോദ്യം ബാക്കിയാകുകയാണ്. ഈ ഫുട്ബോൾ നിങ്ങൾക്കെന്താണ് തിരിച്ചു നൽകിയത്? തൻ്റെ യൗവനവും തൻ്റെ ജീവിതവും ശ്വാസവും ഉറക്കമില്ലാത്ത രാത്രികളും വിജയത്തിൻ്റെ കൊടുമുടിയിലെ ഏകാന്തതയും പരാജയത്തിൻ്റെ മുഴുവൻ ഭാരവും ഈ കളിക്ക് വേണ്ടി നൽകിയ മനുഷ്യനാണല്ലോ നിങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളെ തൻ്റെ തോളിലേറ്റി നടന്നവൻ. ലോകം മുഴുവൻ പോർച്ചുഗലിനെ നോക്കി തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ കാരണവും നിങ്ങളായിരുന്നില്ലേ? ഇന്ന് പോർച്ചുഗലിൻ്റെ ജേഴ്സി അണിയുന്ന പലരുടെയും കുട്ടിക്കാല ഓർമ്മകളിൽ റൊണാൾഡോ ഉണ്ടാകും. അവരുടെ സ്വപ്നങ്ങളിൽ നിറം നൽകിയതും അയാളുടെ പോരാട്ടങ്ങളായിരുന്നു. പക്ഷേ അതേ മനുഷ്യനൊരു ദിവസം തൻ്റെ ടീമിൻ്റെ തോളിൻ്റെ ആവശ്യം വന്നപ്പോൾ അയാൾക്കവർ എന്താണ് തിരിച്ചു നൽകിയത്? വഞ്ചന മാത്രം. ഒരിക്കൽ ഒറ്റയ്ക്കൊരു ടീമായി മാറിയ മനുഷ്യനെ ഇന്ന് വെറും ഒരു ബാധ്യതയായി കാണുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഒരു കാലത്ത് അയാളുടെ പേരിൽ മുഴങ്ങിക്കേട്ട സ്റ്റേഡിയങ്ങൾ പോലും അയാളുടെ കണ്ണീരിന് മുന്നിൽ നിശബ്ദമായിരുന്നു. അയാൾക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ നിശബ്ദരായി. അയാൾക്കൊപ്പം നിൽക്കേണ്ടവർ മാറി നിന്നു. ഒരു രാജ്യത്തെ ഒറ്റയ്ക്ക് ചുമന്ന മനുഷ്യന് ആ രാജ്യം അയാളുടെ അവസാന കാലങ്ങളിൽ നൽകിയത് എന്തായിരുന്നു? ബഹുമാനമോ നന്ദിയോ? അതോ ഇനി അയാൾക്കിവിടെ സ്ഥാനമില്ലെന്ന മൗനത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലോ? ഒരിക്കൽ പോർച്ചുഗൽ എന്ന ടീമിന് ഒരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടേതായിരുന്നു. അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ തോൽവി സമ്മതിക്കാത്ത ഒരു മനുഷ്യൻ്റെ മുഖം. എത്രയോ മത്സരങ്ങളിൽ പരാജയത്തിൻ്റെ വക്കിൽ നിന്ന് ഒരു രാജ്യത്തെ തിരികെ പിടിച്ചവൻ. ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ ചരിത്രം തന്നെ മാറ്റി എഴുതിയവൻ. അയാൾക്ക് പ്രായമായിരിക്കുന്നു. പക്ഷേ നൽകിയ സംഭാവനകൾക്ക് ഒരിക്കലും പ്രായമാകാറില്ല. റൊണാൾഡോ ഇനി കളിക്കുന്നത് പോലും ഒരു കിരീടത്തിന് വേണ്ടിയാകില്ല. ഒരുപക്ഷെ അയാൾക്കിനി ഈ ലോകത്തോടൊന്നും തെളിയിക്കുവാനുമില്ല. പക്ഷെ പോർച്ചുഗലിന് ഈ ലോകത്തോടെന്നും പറയാനൊരു ചരിത്രമുണ്ടാകും. തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ കളിക്കാരൻ അയാളായിരുന്നുവെന്ന്. എന്നിട്ടും അവർ എന്താണ് തിരിച്ചു നൽകിയതെന്ന്. ഒരു കാലത്ത് തൻ്റെ തോളിൽ ഒരു രാജ്യത്തെ ചുമന്ന മനുഷ്യന് ഒരു ദിവസം തളർന്നു പോയപ്പോൾ ചാരി നിൽക്കാൻ ഒരു തോള് പോലും നൽകാൻ കഴിയാത്ത ടീമിനേക്കാൾ നന്ദി കെട്ട മറ്റൊരു ടീം ഈ ലോകത്തുണ്ടാകുകയില്ലല്ലോ. അന്താരാഷ്ട്ര ഫുട്ബോളിനോട് അയാൾ വിട പറയുന്ന ദിവസം ഒരു കളിക്കാരൻ മാത്രമല്ല ആ മൈതാനം വിട്ട് പോകുന്നത്. തോൽവി സമ്മതിക്കാൻ പഠിക്കാത്തൊരു മനസ്സാണ് മൈതാനത്തോട് യാത്ര പറയുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ ഫുട്ബോൾ ചരിത്രം ഇങ്ങനെയാണ് എഴുതുക: ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോളിൽ നിന്നും ഒരുപാട് നേടിയിട്ടുണ്ട്. പക്ഷേ ഫുട്ബോളിനും പോർച്ചുഗലിനും അയാളുടെ എന്നും ഒരു കടം ബാക്കിയുണ്ടാകും. കാരണം അവർ അയാൾക്ക് തിരിച്ചു നൽകാനാകാത്ത പലതും അയാൾ അവർക്ക് ഇന്നോളം നൽകി കഴിഞ്ഞിരിക്കുന്നു. എത്ര വിമർശിച്ചാലും വരും കാലം പോർച്ചുഗൽ ചരിത്രം ഇങ്ങനെയാണ് വായിക്കപ്പെടുക: റൊണാൾഡോയ്ക്ക് മുമ്പും റൊണാൾഡോയ്ക്ക് ശേഷവും. എത്ര പരിഹസിച്ചാലും അയാൾ വളർത്തിയ മണ്ണിൽ തന്നെയാണ് ഇനിയുള്ള ചരിത്രവും
ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത്. അത് റൊണാൾഡോ എന്ന ഇതിഹാസം വിട പറയുകയാണ്. പോർച്ചുഗൽ ജേഴ്സിയിൽ നിന്നും പടിയിറങ്ങുകയാണ്. അയാളെ ഓർത്ത് വിലപിക്കുന്നൊരു തലമുറ യുഗത്തിൻ്റെ അവസാനത്തിൽ വിലപിക്കുകയാണ്.